ഈ ആഴ്ച ജയിൽ നോമിനേഷൻ നടത്തി പലരുടെയും മനസ്സിലിരുപ്പ് ബിഗ് ബോസ് മനസ്സിലാക്കിയ ശേഷം ആ ഒരു സന്തോഷ വാർത്ത അവർ അറിയിച്ചിരിക്കുകയാണ്. പക്ഷെ അത് അവർക്ക് അത്രയ്ക്ക് സന്തോഷ വാർത്തയല്ല. ബിഗ് ബോസ് ശരിക്കും ചമ്മിപ്പോയി. നമുക്ക് വീഡിയോയിലൊക്കെ പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബിഗ് ബോസ് ജയിൽ നോമിനേഷൻ നടത്തി മെജോറിറ്റി ആൾക്കാർ നോമിനേറ്റ് ചെയ്തത് നൂറയും സാബുമാനുമാണ്. അവർ ജയിലിൽ പോയിട്ടില്ലല്ലോ, അതൊക്കെ കൊണ്ടായിരിക്കാം. പിന്നെ ജയിലിലേക്ക് പോകാനായിട്ട് തയ്യാറായി നിൽക്കുന്ന അവരോട് പറയാണ് ഫിനാലോട് അടുത്ത് നിൽക്കുമ്പോൾ ഈ ആഴ്ച ജയിൽവാസം ഇല്ലയെന്ന്. അപ്പോൾ ഇവർക്കാകെ നിരാശയായിട്ടോ, അയ്യോ ബിഗ് ബോസ് വിചാരിച്ച് ഇവരൊക്കെ കൂടെ സന്തോഷിച്ച് തുള്ളിച്ചാടും എന്നാണ്. പിന്നെ ബിഗ് ബോസ് പറഞ്ഞു ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവാം, അത് ഇവർ തന്നെ വേണം എന്നില്ല, മറ്റാർക്ക് വേണമെങ്കിലും ജയിലിലേക്ക് പോയി താമസിക്കാമെന്ന്. പക്ഷേ രണ്ടുപേരും മാത്രമേ പോകാൻ പാടുള്ളൂ. നൂറയും സാബുമാനും മാത്രമാണ് ജയിലിൽ ഇതുവരെ പോവാത്തത്. അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും കൂടി മുന്നോട്ട് വന്ന് ഇപ്പോൾ ജയിലിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, നേരത്തെ തന്നെ ബിഗ് ബോസ് തിരിച്ച് വീട്ടിലേക്ക് അയക്കുമായിരിക്കും. ഇനിയിപ്പോൾ ആഗ്രഹിച്ച് പോയതല്ലേ, ഇനിയിപ്പോൾ 7ൻ്റെ മണി അവിടെ കൊടുക്കുമെന്ന് അറിയില്ല. എന്തായാലും അയൽവാസികൾക്ക് 7ൻ്റെ പണി കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്ന്. അടുത്ത ആഴ്ച ക്യാപ്റ്റൻസി ഇല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും നല്ല മികച്ച മത്സരാർത്ഥി ആരാണ് എന്ന് ബിഗ് ബോസ് കുടുംബാംഗങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത് നിവിനാണ്. നിവിൻ ഒരു സമ്മാനം ബിഗ് ബോസ് കരുതി വെച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ലാലേട്ടൻ വരുമ്പോഴായിരിക്കും അത് കൊടുക്കാമെന്ന് തോന്നുന്നു. ഈ ആഴ്ച നിവിൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട്. മണി ടാസ്കിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ. ഒരു പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സമ്മാനമായിരിക്കും ബിഗ് ബോസ് കൊടുക്കുക എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നിവിന് ഭയങ്കര സന്തോഷമാവും. നിവിന് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും. പിന്നെ നിവിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് പ്രേക്ഷകരുണ്ട് അവർക്കും. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഹേറ്റേഴ്സിനെല്ലാം നിവിൻ ഇപ്പോൾ കയ്യിലെടുത്ത് ഇപ്പോൾ തൻ്റെ ഫാനാക്കി മാറ്റിയിരിക്കുകയാണ്. നിവിൻ കഴിഞ്ഞ ആഴ്ച കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ബുദ്ധിപൂർവ്വം കളിച്ചത് നിവിൻ ഇപ്പോൾ ഇതാ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച പുറത്തു പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് നിവിൻ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്നത് ആദിലയും സാബുമാനുമാണ്. ഇവരിൽ ഒരാൾ പോകാനാണ് സാധ്യത. അതോ ഡബിൾ എവിക്ഷൻ ഉണ്ടോ, എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.